ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഈ നല്ല അവസരത്തിനായി എല്ലാ മഹത്വവും ഞാൻ കർത്താവിനെ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും യേശുവിന് വിലപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിപ്പാൻ, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകൾ കൊണ്ടും നിങ്ങളെ നിറയ്ക്കുവാൻ, എങ്ങും കൈവിടാതെ, എങ്ങും പരാജിതരാകാതെ, എങ്ങും പട്ടുപോകാതെ നിങ്ങളെ നിലനിർത്തുവാൻ ദൈവം വിശ്വസ്തന. തുടർന്ന് പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും യേശു ഇന്ന് പകലിൽ എനിക്കായിട്ടൊരു അത്ഭുതം ചെയ്യും എന്ന വിശ്വാസത്തോടെ ദൈവവചനം കേൾക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ അല്പസമയത്തെ വചന ധ്യാനത്തിനായി റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 5-7. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിയാലല്ല. പ്രവൃത്തിയാലാണ് നാം നീതീകരിക്കപ്പെടുന്നതെങ്കിൽ കൃപയല്ല. പ്രിയമുള്ളവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിങ്ങൾക്ക് നൽകുന്നു. കൃപയാലുള്ള തിരഞ്ഞെടുപ്പ്, ദ എലക്ഷൻ ഓഫ് ഗ്രേസ്. ഇന്ന് ഈ TV പ്രോഗ്രാം നാം കാണുന്നതും ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഉണരുവാനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജീവിക്കുവാനും നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ട എല്ലാ നന്മകളും നമുക്ക് അനുഭവിക്കുവാനും കഴിഞ്ഞത് ഒന്നുകൊണ്ട് മാത്രമാണ്. അത് മറ്റൊന്നല്ല, ദൈവത്തിൻ്റെ കൃപയാൽ. നാം ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. നാം തകർന്നു പോകാത്തത് ദൈവത്തിൻ്റെ കൃപയാലാണ്. നാം എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഈ കൃപയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവവചനത്തിൽ അപ്പോസ്തലനായ പൗലോസിലേക്ക് എഴുതിയിരിക്കുന്നു, ഈ കാലഘട്ടത്തിൽ കർത്താവ് ജനത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? കൃപയാൽ. ഇന്ന് ഈ TV പ്രോഗ്രാം കാണുന്ന നിങ്ങളെ യേശു തിരഞ്ഞെടുത്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്താ ദൈവം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്ത, യേശു എന്നെ തിരഞ്ഞെടുത്ത? നിശ്ചയമായിട്ട് ഞാൻ നിങ്ങളോട് പറയും, ഇന്ന് ഈ TV പ്രോഗ്രാമിലൂടെ ചിലരെയും കൂടെ കർത്താവ് തിരഞ്ഞെടുക്കുക. ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങളിന്ന് ഈ വചനം ശ്രദ്ധിക്കുന്നത്. എന്നാ ദൈവം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ തിരഞ്ഞെടുപ്പ് വരാറുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാറുണ്ട്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരാറുണ്ട്. അപ്പം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുകയല്ല. ആയിരക്കണക്കിന് ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ് തിരഞ്ഞെടുപ്പ്. ലക്ഷങ്ങളുടെ ഇടയിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ് തിരഞ്ഞെടുപ്പ്. അപ്പോൾ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചല്ലോ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്താന്ന്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ആയിരിക്കില്ല. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ആയിരക്കണക്കിന് ആൾക്കാർ, നിങ്ങളെക്കാൾ മിടുക്കന്മാരും ശക്തന്മാരുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ചുറ്റുപാടുകളിലും നിങ്ങളുടെ സമൂഹത്തിലും ഉണ്ടായിരുന്നപ്പോൾ കരുണാസമ്പന്നനായ ദൈവം തൻ്റെ മഹാകൃപയാൽ അവരുടെ ഇടയിൽ നിന്നും ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മളെ തിരഞ്ഞെടുത്തതാ യഥാർത്ഥമായ ദൈവിക തിരഞ്ഞെടുപ്പ്. മനുഷ്യൻ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ യോഗ്യത നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്കും നന്നായിട്ടറിയാം, നമ്മൾ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നാം തിരഞ്ഞെടുക്കുമ്പോൾ യോഗ്യരായവർക്കാണ് നാം വോട്ട് ചെയ്യുന്നത്, യോഗ്യരായവരെയാണ് നാം തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ചെയ്ത പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ നന്മ നോക്കിയോ നമ്മുടെ സ്വഭാവം നോക്കിയോ നമ്മുടെ നിറവുകൾ നോക്കിയോ ഒന്നുമല്ല കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തേ. അങ്ങനെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കാനിരുന്നെങ്കിൽ അകൃത്യങ്ങളെ ഓർത്താൽ ആരവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന മനുഷ്യൻ്റെ നീതിപ്രവർത്തികളൊക്കെയും ദൈവത്തിൻ്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെ കിടക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് കർത്താവിൻ്റെ കൃപയാലാണ്. യേശു നമ്മെ തിരഞ്ഞെടുത്തത് അവൻ്റെ കൃപയാലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, ന്യായപ്രമാണം മോശ നിമിത്തം വന്നപ്പോൾ കൃപയും സത്യവും യേശു നിമിത്തം വന്നു. അവൻ്റെ നിറവെങ്കിൽ നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ പ്രാപിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചത്, അല്ലെങ്കിൽ ഈ കൃപയാൽ ഇന്നായിരിക്കുന്നത് യേശു ക്രിസ്തു മുഖാന്തരം തന്നെയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പ്രവൃത്തിയാലാണ്
നിങ്ങൾ നീതീകരിക്കപ്പെട്ടതെങ്കിൽ കൃപയല്ല. നമ്മുടെ ഉപവാസം കൊണ്ടോ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടാണ്, എൻ്റെ ചില പ്രവൃത്തി കൊണ്ടാണ്, ഞാൻ നല്ല സ്വഭാവമുള്ള മനുഷ്യനായതുകൊണ്ട് നല്ല ഹൃദയമുള്ള ആളായതുകൊണ്ടാണ് എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ കൃപയല്ലെന്നാ. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അതിൻ്റെ 6 മുതലുള്ള വാക്യം, റോമർ 5:6 മുതൽ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഭക്തന്മാർക്ക് വേണ്ടിയല്ല യേശു ക്രൂശിൽ മരിച്ച്, അഭക്തർക്ക് വേണ്ടിയാണ്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി ഒരുപക്ഷെ മരിക്കാൻ തുനിയുമായിരിക്കും. 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മ നോക്കിയോ നമ്മുടെ ഗുണം നോക്കിയോ നമ്മുടെ കുടുംബം നോക്കിയോ ഒന്നുമല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ച്. ഇന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങളുടെ പ്രവർത്തികൾ കാരണമല്ല എന്ന് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്നു. പ്രവൃത്തിയാലല്ല ഞാൻ നീതീകരിക്കപ്പെട്ടത്, പ്രവൃത്തിയാലല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്, പ്രവൃത്തിയാലല്ല ഞാൻ ദൈവപൈതലായത്, ദൈവത്തിൻ്റെ കൃപയാലാണ്. എന്നാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരു ദൈവപൈതലിന് പ്രവൃത്തി വേണ്ടെന്നല്ല, സൽപ്രവർത്തികൾക്കായിട്ടാണ് കർത്താവ് നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാനാ പരിശുദ്ധാത്മാവിനെ അവൻ നമ്മുടെ മേലാക്കിയത്. ഏത് വൃക്ഷത്തെയും അതിൻ്റെ ഫലം കൊണ്ടറിയാം. അപ്പോൾ ഫലമില്ലാത്തൊരു ജീവിതമല്ല കൃപയാലുള്ള ജീവിതം, ഫലം കായ്ക്കുന്ന ജീവിതമാണ് കൃപയാലുള്ള ജീവിതം. സഹോദരങ്ങളെ, എന്നാൽ നാം അറിയേണ്ട യാഥാർത്ഥ്യം, ഈ വലിയ കൃപയാൽ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു വിഭാഗീയത ദൈവത്തിനുണ്ടായിരുന്നോ? ഇല്ല. തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടതിനെ എടുക്കുക, അല്ലെങ്കിൽ യോഗ്യമായതിനെ എടുക്കുക എന്നൊക്കെയുള്ളതായ അർത്ഥം. എന്നാൽ ദൈവം ഇങ്ങനൊരു വിഭാഗീയതയുള്ള ആളല്ലായിരുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ തിരഞ്ഞെടുത്തു? 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുവിൻ. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത്? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്താൽ, എങ്ങനെ ചെയ്താൽ? നമ്മുടെ വിളിയും നമ്മുടെ തെരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പിച്ചാൽ കർത്താവിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല, നമ്മൾ ഇളകിപ്പോകാത്തവരായിരിക്കും. പലപ്പോഴും നമ്മളെ കർത്താവ് വിളിച്ചെന്നും ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്തില്ലാത്തതുകൊണ്ടാണ് ചില വിഷയങ്ങൾ വരുമ്പോൾ, ചില കാറ്റുകൾ പടകിലേക്കൊക്കെ അടിക്കുമ്പോൾ ആകെ ഒലഞ്ഞു പോകുന്നത്. എന്നാൽ ഒലഞ്ഞു പോകാതിരിക്കണമെങ്കിൽ, ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ കോളിംഗ്, ഹെവൻലി കോളിംഗ്, സ്വർഗീയമായ വിളിയെ നിങ്ങൾ കൺഫേം ചെയ്യണം. നിങ്ങളത് കൺഫേം ചെയ്യുമ്പോഴാണ് നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ സത്യം, സർവശക്തനാകുന്ന ദൈവത്തിന് ഇങ്ങനെ തിരഞ്ഞെടുപ്പോ വിഭാഗീയതകളോ ഒന്നുമില്ലായിരുന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിൻ്റെ മേലും ആകാശത്തുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന് മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുക്കൾ മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. നോക്കിയേ, എന്തിനാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച്? സകലത്തെയും അടക്കി വാഴുവാൻ, സകല നന്മകളും അനുഭവിക്കുവാൻ. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലമൊഴികെ ബാക്കിയുള്ള എല്ലാ നന്മകളും അനുഭവിക്കാനാണ് കർത്താവ് മനുഷ്യനെ ഭൂമിയിലാക്കിയത്. പ്രിയമുള്ളവരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ കർത്താവ് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാനാണ്, ശാപം അനുഭവിക്കാനല്ല, തകർച്ച അനുഭവിക്കാനല്ല.
അതിനെന്നാ തെളിവെന്ന് ചോദിച്ചാൽ പത്രോസിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനെ പത്രോസ് പറയുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാകയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ എന്തിനാ കർത്താവ് എന്നെ വിളിച്ചേ, എന്തിനാ എന്നെ വേർതിരിച്ചേ, എന്തിനാ യേശുവിലേക്ക് ഞാൻ വന്നേ? അനുഗ്രഹം അനുഭവിക്കാനാ. അനുഗ്രഹം കണ്ടുകൊണ്ടിരിക്കാനുള്ളതല്ല, അത് വെറുതെ കേട്ടോണ്ടിരിക്കാനുള്ളതല്ല. ബൈബിൾ പറയുന്നു അത് ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ്. ഈ ഭൂമിയിൽ തന്നെ അത് അനുഭവിക്കാൻ കഴിയും. എന്നാൽ ഇന്ന് ഈ TV പ്രോഗ്രാം കാണുമ്പോൾ ചിലർ ശാപത്തിൻ്റെ കീഴിലും, ചിലർ പാപത്തിൻ്റെ കീഴിലും, ചിലർ ബന്ധനത്തിൻ്റെ കീഴിലുമായി അനുഗ്രഹം അനുഭവിക്കാൻ കഴിയാതെ, പണമുണ്ട് പക്ഷേ അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. വീട് കെട്ടണമെന്നുണ്ട് പക്ഷെ അത് കെട്ടാൻ കഴിയുന്നില്ല. മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള ധാരാളം പണം അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നല്ലൊരു പ്രപ്പോസൽ അവർക്ക് വരുന്നില്ല, നല്ലൊരു വിവാഹം നടക്കുന്നില്ല. ഈ നിലയിൽ ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ വിടുതൽ യേശുക്രിസ്തു മുഖാന്തരം ആവശ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഭൂമിയിൽ യഹോവയാകുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാ നന്മകളും അവന് കൊടുത്തു, പാപമൊഴികെ. നിങ്ങൾ ദൈവത്തിൻ്റെ ആ ഹൃദയം മനസ്സിലാക്കണം. നിങ്ങൾ സന്തോഷിക്കുന്ന കാണാനും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന കാണാനും അധികമായി കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇങ്ങനെ അനുഗ്രഹിച്ചവനായ ദൈവം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ദുഷ്ടത പെരുകിയെന്നും, ഉൽപ്പത്തി പുസ്തകം 6-5, മനുഷ്യൻ്റെ ഹൃദയത്തിലെ ദുഷ്ടത പെരുകിയതിനാൽ അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിനാൽ യഹോവയാകുന്ന ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് നിമിത്തം അനുദപിച്ചു, അവനവനെ ശപിക്കുവാനിടയായി. എന്താ അനുഗ്രഹിക്കപ്പെട്ട ഈ മനുഷ്യൻ അനുഗ്രഹത്തിൻ്റെ കീഴിലായിരുന്ന, നന്മയുടെ കീഴിലായിരുന്ന, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് ഉടമയായിരുന്ന മനുഷ്യൻ എങ്ങനെയാണ് ശാപത്തിൻ്റെ കീഴിലായത്? ബൈബിൾ പറയുന്നു, അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, അവൻ്റെ ഹൃദയത്തിലെ ദുഷ്ടത പെരുകി. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ലെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാപ്രവചനം 59-2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളല്ലയോ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പാപം അവൻ്റെ മേൽ ശാപത്തെ കൊണ്ടുവന്നു. മനുഷ്യൻ്റെ അനുസരണക്കേട് അവനെ ദൈവത്തിൽ നിന്നും അകറ്റി. എന്നാൽ സർവശക്തനാകുന്ന ദൈവം ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഒരു വലിയ പദ്ധതി ഒരുക്കി. തന്നിൽ നിന്നും അന്യപ്പെട്ടു പോയ, തന്നിൽ നിന്നും അകന്നു പോയ ഈ മനുഷ്യനെ വിടുവിപ്പാൻ പഴയ നിയമം മുതലേ നിലനിന്നിരുന്നൊരു പ്രമാണമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പഴയ നിയമകാലം മുതലേ നിൽക്കുന്ന ഒരു പ്രമാണമാണ് രക്തം ചൊരിയുക, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക്, അവൻ്റെ രക്തത്തിൽ കലർന്ന പാപങ്ങൾക്കും അവൻ ജഡീക സ്വഭാവങ്ങൾക്കും പകരമായി മറ്റൊരു രക്തം ദൈവസന്നിധിയിൽ അർപ്പിക്കുക. ഇത് പഴയ നിയമത്തിൻ്റെ തത്വമാണ്. കാളക്കിടാവിൻ്റെയും ആട്ടുകൊറ്റൻ്റെയും ഒക്കെ രക്തമെടുത്ത് ദൈവസന്നിധിയിൽ അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ വന്നിട്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഇത് പഴയ നിയമത്തിൽ അർപ്പിക്കുമായിരുന്നു. എന്നാൽ 1 മാസത്തേക്കും 1 വർഷത്തേക്കും 6 മാസത്തേക്കുമൊക്കെ അവരുടെ പാപം വിമോചിക്കപ്പെട്ടതായി അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ പാപത്തെ എന്നേക്കുമായി മാറ്റുവാൻ, മനുഷ്യൻ്റെ ശാപത്തെ എന്നേക്കുമായി മാറ്റുവാൻ ഈ മൃഗങ്ങളുടെ രക്തങ്ങൾക്ക് കഴിഞ്ഞില്ല. ഈ സമയത്തിലാണ് സർവശക്തനാകുന്ന ദൈവം തൻ്റെ ഹൃദയം അതിനുവേണ്ടി വെമ്പൽ കൊണ്ടത്. യഹോവയാകുന്ന ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ മനുഷ്യനെ രക്ഷിക്കാൻ, മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ മറ്റൊരു മനുഷ്യൻ്റെ രക്തം കണ്ടില്ല. കാരണം എല്ലാ മാനുഷിക രക്തത്തിലും പാപത്തിൻ്റെ അംശമുണ്ട്. കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നു, പാപത്തിലല്ലയോ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. എല്ലാ മനുഷ്യ രക്തത്തിലും പാപത്തിൻ്റെ കലർപ്പുണ്ട്. നിങ്ങളിൽ പാപമില്ലെന്ന് പറയുന്നവൻ കള്ളനാകുന്നു എന്നാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സർവശക്തനാകുന്ന ദൈവം നോക്കിയപ്പോൾ മനുഷ്യനെ വിടുവിക്കാൻ മറ്റൊരു മാനുഷ്യ രക്തം ഇല്ലാതെ വന്നു. ഈ സമയത്താണ് ദൈവം വലിയൊരു പദ്ധതി ഒരുക്കിയത്. പാപം ഇല്ലാത്ത പരിപാവനമായ രക്തമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വരണം. അവൻ്റെ രക്തത്തിന് മാത്രമേ മനുഷ്യനെ വിടുവിപ്പാൻ കഴിയൂ. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു. എന്താണ് ദൈവം ഒരുക്കിയ പദ്ധതി? തൻ്റെ ഏക പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ ദൈവം പദ്ധതി ഒരുക്കി. ഏകൻ്റെ ലംഘനത്താൽ, അനുസരണക്കേടിനാൽ ആ ഏകൻ നിമിത്തം മനുഷ്യൻ പാപത്തിലും ശാപത്തിലുമായെങ്കിൽ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ എത്രയധികമായി ജീവനിൽ വാഴും എന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലൂടെയാണ് വിമോചനം. യേശു ക്രിസ്തുവിലൂടെയാണ് ഈ പാപത്തിൽ നിന്നും ഈ ശാപത്തിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് യേശു ജനിക്കുന്ന സമയത്ത്
അവൻ്റെ ജനനത്തിന് മുമ്പ് ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അരികിൽ വന്ന് പറയുന്നത്, സകല മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ലോകരക്ഷകൻ എന്ന, യേശു ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്ന, ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ, നമ്മളെ വിടുവിപ്പാൻ, നമ്മെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്നവൻ. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതത്തിന് വേണ്ടിയല്ല, ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, ഒരു ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടിയല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കാനാ, ലോകത്തെ മുഴുവൻ വിടുവിക്കാനാ. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ഏത് മതമോ ഏത് ജാതിയോ ഏത് സഭയോ ഏത് കുടുംബത്തിലോ ജനിച്ച വ്യക്തിയാകട്ടെ, കർത്താവ് ഇതൊന്നും ചോദിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. പൗലോസ് പറയുന്നു, അവൻ്റെ നാമം, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതിൽ യഹൂദനെന്നില്ല, യവനനെന്നില്ല, എബ്രായനെന്നില്ല, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 4:11 എഴുതിയിരിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. ഈ യേശുവിൻ്റെ നാമത്തിലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ഈ യേശുവിൻ്റെ നാമത്തിലാണ് ശിക്ഷാവിധി ഒഴിഞ്ഞു പോകുന്നത്. ഈ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുമ്പോഴാണ് അത്ഭുതം നമ്മളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയിലെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുമടക്കി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചത് എഫേസ്യർക്ക് ലേഖനം 1:8 ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഇവരുടെ ഉള്ളിൽ കൊടുക്കണം. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഇവരുടെ ഉള്ളിൽ പകർന്ന് ഇവരുടെ ഹൃദയ ദൃഷ്ടിയെ നീ പ്രകാശിപ്പിക്കണം. എന്നിട്ട് തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അവൻ വിശ്വസിക്കുന്നവൻ്റെ മേൽ വ്യാപരിക്കുന്ന തൻ്റെ അളവില്ലാത്ത ശക്തി. അപ്പോൾ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് ലഭിച്ചവൻ്റെ മേലിലാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ കർത്താവ് ചോദിച്ചത്, നിങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറയുന്നു, ഞാൻ ആരെന്ന് പറയുന്നു ചോദിച്ചപ്പോൾ ചിലർ ഏലിയാവെന്നും ചിലർ യോഹന്നാനെന്നും ചിലർ ഇരമ്യാ പ്രവാചകനെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പത്രോസ് ഇറങ്ങി എന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ആ സമയത്ത് പത്രോസിനോട് യേശു പറഞ്ഞു തന്നെ, ബറയോനായ ശീമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ഭാഗ്യവാൻ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ജഡരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാ. ഈ വെളിപ്പാടിൻ്റെ മേല ഞാൻ എൻ്റെ സഭയെ പണിയുന്നേ. യേശു ക്രിസ്തു ജീവനുള്ള ദൈവപുത്രൻ എന്ന വെളിപ്പാട് ലഭിച്ചവർ അല്ലെങ്കിൽ ആ യേശുവിലായിരുന്നവർ, നിങ്ങൾ മനസ്സിലാക്കുക, നാം ജീവിക്കുന്നത് കർത്താവിൻ്റെ കൃപയാലാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിങ്ങളുടെ പാപത്തെ വിമോചിപ്പിക്കാൻ കഴിയും. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. 1 പത്രോസ് 1:19 എഴുതിയിട്ടുണ്ട്, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല അവൻ നമ്മളെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം തന്ന അവൻ നിങ്ങളെ വീണ്ടെടുത്തത്. നോക്കിയേ, ഒരു വസ്തുവിന് വില പറയാം, ഒരു വാഹനത്തിന് വില പറയാം, ഒരു വീടിന് വില പറയാം, എന്നാൽ യേശുവിൻ്റെ രക്തത്തിന് ആർക്കും വില പറയാനൊക്കില്ല. അത്ര വിലയേറിയ രക്തമാണ്. ആ വിലയേറിയ രക്തത്താലാണ് യേശു നിങ്ങളെ വീണ്ടെടുത്തെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. യു ആർ ടു പ്രീഷ്യസ്. നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. സഹോദരങ്ങളെ, ഈ TV പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നാം ക്രിസ്തുവിലാകുമ്പോൾ അവൻ്റെ കൃപയിൽ നാം ആശ്രയിക്കുമ്പോൾ, നമ്മുടെ കഴിവിൽ ആശ്രയിക്കുമ്പോഴല്ല, നമ്മുടെ മിടുക്കിൽ ആശ്രയിക്കുമ്പോഴല്ല, കർത്താവേ നിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു പറയുമ്പോൾ അവരാ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും അവനിൽ പുതുതായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ക്രിസ്തീയ ജീവിതം കൃപയാലുള്ള ജീവിതമാണ്. കർത്താവിൻ്റെ കൃപയിലൊന്ന് ആശ്രയിച്ച് നമ്മുടെ മിടുക്കും നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിയും ഞാൻ വലിയ ആളാണെന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, യേശുവേ അവിടുത്തെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു, അവിടുന്ന് എന്നോട് കരുണ കാണിക്കണമേ ഒന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളെ തൊടും. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയമുള്ളവരെയും അങ്ങയുടെ ബലമുള്ള കരങ്ങൾ തരുന്നു. ഞങ്ങൾ ഇപ്പോൾ വായിച്ച വചനം ഇങ്ങനെയാണ്: ഈ കാലത്തിലും കൃപയാലുള്ള ഒരു തിരഞ്ഞെടുപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ പ്രവൃത്തിയാലല്ല, ഞങ്ങൾ ജീവനോടിരിക്കുന്ന അവിടുത്തെ കൃപയാല. പലപ്പോഴും ശത്രു തകർക്കാൻ നോക്കിയപ്പോൾ, ദുഷ്ടൻ ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ നിന്റെ കൃപയാൽ നീ ഇവരെ നിലനിർത്തിയല്ലോ. അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അയോഗ്യരായിരുന്നു, എന്നാൽ നിന്റെ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ മക്കളെന്ന് വിളിക്കപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ലായിരുന്നു, എന്നാൽ കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ആ വലിയ കൃപ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ആമീൻ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നെന്ന് അപ്പോസ്തലനോട് ഇടപെട്ടതുപോലെ കർത്താവെ, നിൻ്റെ ജനത്തിൻ്റെ മേൽ നിൻ്റെ കൃപ വർദ്ധിക്കുമ്പോൾ രോഗം സൗഖ്യമാകുമല്ലോ, ബന്ധനങ്ങൾ അഴിയുമല്ലോ, കെട്ടുകൾ പൊട്ടിമാറുമല്ലോ. അവിടുത്തെ കൃപയാൽ ഇവരെ നിറച്ച് അനുഗ്രഹിച്ചാട്ടെ, എല്ലാ നന്മകൾ കൊണ്ട് മാനിച്ചാട്ടെ. ഇപ്പോൾ തന്നെ ചില രോഗബന്ധനങ്ങൾ ഇവരിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ചില പൈശാചിക കെട്ടുകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടി മാറണതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി, ആ വിടുതൽ അയച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ TV പ്രോഗ്രാമിലൂടെ അത്ഭുത വിടുതൽ കർത്താവ് നിങ്ങൾക്ക് അയച്ചിരിക്കുക. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടാൻ, നിങ്ങൾ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങളുടെ പരാജയം കാണാനും നിങ്ങളുടെ തകർച്ച കാണാനും നിങ്ങൾ ലജ്ജിക്കുന്ന കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പക്ഷെ അവരുടെ എല്ലാം നടുവിൽ കർത്താവ് തൻ്റെ കൃപയാൽ നിങ്ങളെ ജയാളികളായി നടത്തും. നിശ്ചയം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. VBSൻ്റെ കാര്യം ഒന്നും കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. മെയ് മാസം 1 മുതൽ 5 വരെ നടക്കുന്ന VBSൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടാൻ നിങ്ങൾ ഉത്സാഹിക്കണം. നിങ്ങളതിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ചെന്നൈയിലിരുന്നും മുംബൈയിലിരുന്നും ഈ പ്രോഗ്രാം കാണുന്നവർ, ചെന്നൈയിലും മുംബൈയിലും ഒരു TV പ്രേക്ഷക സംഗമം ക്രമീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അധികമായ ബന്ധങ്ങളൊന്നും ഞങ്ങൾക്ക് അവിടെ ഇല്ല. എന്നാൽ അനേകർ ബോംബെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഈ പ്രോഗ്രാം കണ്ട് ഞങ്ങളെ ഫോൺ ചെയ്യുകയും കത്തുകൾ അയക്കുകയും ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ ആ ദേശത്തുനിന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അങ്ങനൊരു പ്രോഗ്രാം ബോംബെയിലോ ചെന്നൈയിലോ ഒരു TV പ്രേക്ഷക സംഗമം കണ്ടക്ട് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും ഒരു ഗ്യാതറിങ് അവിടെ ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങൾ അതിനായിട്ട് ഉത്സാഹിക്കുന്നു, നിങ്ങളതിനായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഞങ്ങൾക്ക് അവിടെ വരുന്നതിനൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കത്തുകൾ അയക്കുക. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മൈറ്റി നെയിം. ആമേൻ. ഹായ് കൂട്ടുകാരെ, ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. എന്താണെന്നറിയണ്ടേ? മെയ് 1 മുതൽ 5 വരെ കൊട്ടാരക്കര ജീസസ് ഈസോലെ ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ചിൽഡ്രൻസ് ഫെസ്റ്റ് 2012 തുടങ്ങുന്നു. പുതുപുത്തൻ കഥകൾ, അഭിനയ ഗാനങ്ങൾ, പപ്പറ്റ് ഷോ, സൂപ്പർ ഗെയിമുകൾ, പിന്നെയോ വേദപഠനം, ക്രാഫ്റ്റ് വർക്കുകൾ, സമ്മാനങ്ങൾ, അങ്ങനെ ഒത്തിരി വിശേഷവുമായി അവധിക്കാലം ഉത്സവമാക്കാൻ ചിൽഡ്രൻസ് ഫെസ്റ്റ് 2012 ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ വരുവാൻ റെഡിയാണല്ലോ? എങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് 9447503879 അല്ലെങ്കിൽ 0474322312 എന്നീ നമ്പറുകളിൽ വിളിക്കുക. രജിസ്ട്രേഷൻ സൗജന്യമാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ വരണേ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, അനർത്ഥ ദിവസങ്ങളിൽ യഹോവ അവനെ വിടുവിക്കുന്നു. ഈ അധ്യയന വർഷത്തിൽ അനേക കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുവാനായി തയ്യാറെടുക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഒക്കെ അനേക ഇടങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ പുതിയ ക്ലാസ്സിലേക്കും പുതിയ കോളേജിലേക്കൊക്കെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടറിയാം, ഈ പുതിയ വർഷത്തിൽ സ്കൂളിലേക്ക് പോകുവാനായി നിവൃത്തിയില്ലാത്ത അനേക കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരു സ്കൂൾ ബാഗ് വാങ്ങുവാൻ, നോട്ട്ബുക്ക് വാങ്ങുവാൻ,
അല്ലെങ്കിൽ അവരെ സ്കൂളിലേക്ക് അയക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന അനേകം മാതാപിതാക്കൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വർഷത്തിൽ നല്ല സ്കൂൾ ബാഗും നോട്ട്ബുക്കും ഒക്കെയായി സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതിന് നിവൃത്തിയില്ലാത്ത അനേക കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കർത്താവ് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തനു വേണ്ടി നിങ്ങൾ ചെയ്തതൊക്കെയും നിങ്ങൾ എനിക്ക് വേണ്ടിയാകുന്നു ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപിലത്തെ വർഷങ്ങളിലൊക്കെയും എൽഷദായ് മിനിസ്ട്രിക്കും ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിനും സ്കൂള് തുറന്ന സമയത്ത് അനേക കുഞ്ഞുങ്ങൾക്ക്, നിവൃത്തിയില്ലാത്ത ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ബാഗും സ്കൂൾ മെറ്റീരിയൽസും ഒക്കെ വാങ്ങിക്കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഈ വർഷവും ഏകദേശം 150-ലധികം കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ബാഗും നോട്ട്ബുക്കും അവർക്ക് വേണ്ടുന്ന സ്കൂൾ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിക്കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് വലിയ സാമ്പത്തികമായൊരു ചിലവുണ്ട്. ഏകദേശം ഒരു കുഞ്ഞിന് ഞങ്ങൾ ചിലവാക്കുവാൻ ആഗ്രഹിക്കുന്നത് 750 രൂപയോളമാണ്. കഴിഞ്ഞ വർഷത്തിൽ അനേകം പ്രിയപ്പെട്ടവർ അതിനായി സഹായിച്ചു. 5 കുഞ്ഞുങ്ങളെ 10 കുഞ്ഞുങ്ങളെ നമുക്ക് സ്കൂളിലേക്ക് അയക്കാൻ കഴിയും. പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത അനേക കുഞ്ഞുങ്ങളെ നമുക്ക് സഹായിക്കാനായി കഴിയും. ഈ വർഷം സഭയായി ചെയ്യുന്ന ഈ കാര്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായവും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അതിനായിട്ട് അനുഗ്രഹിക്കും. ഈ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന, അപ്പോൾ തന്നെ ആ സ്കൂളിലേക്ക് പോകുവാൻ കഴിയാതെ പഠനോപകരണങ്ങൾ വാങ്ങാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് നമ്പറിൽ എൽഷദായ് മിനിസ്ട്രി എന്ന പേരിൽ നിങ്ങൾ ചെക്കുകളും മണി ഓർഡറുകളും അയയ്ക്കുക. ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്കൂളിൽ അയക്കുവാനുള്ള അവസരമുണ്ട്. ദയവായി ഈ വലിയ സംരംഭത്തിൽ നിങ്ങൾ പങ്കാളികളാകുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല.